വെറുതെ ആദ്യ പിടിക്കണ്ട. അവള് വല്ലവരുടെ കൂടെ ഇറങ്ങി പോയി കാണും. ചേട്ടത്തിയുടെ അല്ലേ അനിയത്തി. തങ്കം വന്നോ ലക്ഷ്മി? ഇല്ല, ദീപാരാധന കഴിയണവർ വന്നിട്ടില്ല. എവിടെ പോയാ കുട്ടി? പുന്നാരിച്ച് തലേ കയറ്റി വെച്ചോ. ഇള്ളാ കുഞ്ഞ് അനുഭവിച്ചോ. ആരുടെ കൂടെ പോയി ആർക്കറിയാം. ആരാരുടെ കുട്ടികളോട് ചോദിച്ചോ നീ? ഉവ്, ഉച്ചയ്ക്ക് അവിടെ ചെന്നിരുന്നു അത്രേ. അവക്ക് ആരോടെങ്കിലും പ്രത്യേകിച്ച് വല്ല അടുപ്പമോ പ്രേമമോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് അറിയാമോ നിനക്ക്? അങ്ങനെയൊന്നും ഉള്ളതായിട്ട് അറിയില്ല. ഓ പിന്നെ, നിന്റെ ലൈസൻസും വാങ്ങിച്ചോണ്ടല്ലേ അവള് പ്രേമിക്കാൻ പോകുന്നത്. ഞാനൊന്ന് നോക്കിയാ കുറ്റം, മിണ്ടിയാ കുറ്റം, അടുത്തൂടെ പോയാ ഒഴിഞ്ഞു മാറും. എനിക്കെന്താ വല്ല മഹാരോഗമുണ്ടോ? ഒന്നുമില്ലേലും ഞാൻ അവളുടെ ഏട്ടനല്ലേടി. ആരും വിഷമിക്കണ്ട, എന്റെ കുട്ടി തെറ്റൊന്നും ചെയ്യില്ല. അവള് വരും. ഓ വരും, ഒരു 5-6 മാസം കഴിഞ്ഞ് വയറും വീർപ്പിച്ചോണ്ട്. നാക്ക് വളച്ച വൃത്തികെട്ട ഭാഷയെ വരൂ. വന്നല്ല. എവിടെ ആയിരുന്നു നീ? അത് ഞാൻ എവിടെ നീ? ചീത്തപ്പേര് കേൾപ്പിച്ചിട്ട് ഇടത്തെ പോലെ കാല് പിടിക്കാൻ വന്നാല് അച്ഛൻ തൂങ്ങി നിൽക്കണുണ്ടാവും ഉത്തരത്തേന്. എവിടെ പോയിരുന്നടി നീ? വൈകിയപ്പോ പേടിച്ചു അല്ലേ? ബസ് കിട്ടിയില്ല. ആളെ കണ്ടു. രാത്രി വരും. കുളപ്പരയില്. ഒരുപാട് തല്ലി അല്ലേ? തങ്കം, കുത്തുവാക്ക് കേട്ട് മടുത്തു അച്ഛൻ. സഹിക്കാൻ പറ്റില്ല. വാക്കുകൊണ്ട് പോലും എന്റെ കുട്ടി അച്ഛൻ നോവിച്ചിട്ടില്ല. സന്ധ്യാവണ വരെ എവിടെയായിരുന്നു നീ? അച്ഛന്റെ തങ്കത്തിന് വിശ്വാസമല്ലേ? വിശ്വാസ. കിടന്നോളൂ. അച്ഛനോട് അനിഷ്ടം തോന്നരുത് കേട്ടോ. അപ്പോ നമ്മൾ കണ്ടുമുട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല.
തലനാരിഴയുടെ വ്യത്യാസത്തിലാണ് രക്ഷപ്പെട്ടത്. ഇത് കണ്ടോ, വെടികൊണ്ടതാ. അതൊക്കെ പിന്നെ പറയാം. അമ്മ സുഖമായിരിക്കുന്നു പ്രേമി. പാലേട്ടൻ പോയി. ഏട്ടനെ അവര് വന്ന് ഭീഷണിപ്പെടുത്തി. അവരുടെ തോക്കിന്റെ മുമ്പിൽ നിന്ന് പടച്ചോന്റെ സഹായം കൊണ്ടാ ഞാൻ രക്ഷപ്പെട്ടത്. നിന്നെ അവർക്ക് വേണ്ടത്. നിന്റെ പേരിലായിരുന്നല്ലോ എല്ലാം. സാരമില്ല, നിന്നെ അവര് വെറുതെ വിട്ടല്ലോ. നീ എന്നെ തെറ്റിദ്ധരിക്കുമോ എന്ന ഭയമുണ്ടായിരുന്നു. പണവുമായി ഞാൻ മുങ്ങിയെന്ന്. നീ എന്നെ അത്രയും മനസ്സിലാക്കിയിട്ടുള്ളൂ. പണം എവിടെയും പ്രശ്നമാണടാ, ഏത് ബന്ധത്തിനും. ഇതാ 20 ലക്ഷം രൂപ. തൽക്കാലം ഞാൻ ദൂരെ എങ്ങോട്ടെങ്കിലും പോവാം. അവർക്ക് കണ്ടെത്താൻ പറ്റാത്ത എവിടെയെങ്കിലും. ഇതിൽ എന്റെ വിഹിതം കൊണ്ട് നീ എന്റെ അമ്മയ്ക്കൊരു വീട് വെച്ചു കൊടുക്കണം. കടങ്ങൾ തീർക്കണം. പ്രേമയെ നല്ല നിലയെ കെട്ടിച്ചു വിടണം. ഏട്ടനും കൊടുക്കണം കൈ നിറയെ പണം. ഞാൻ തിരിച്ചു വരുമ്പോ ധാരാളം കാറും ലോറിയും ബസ്സുകളും ഒക്കെ ഉള്ള അബൂബക്കർ മുതലാളിയായിരിക്കണം നീ. വാങ്ങ. ആർക്കും വേണോടായി പണം? അമ്മയ്ക്ക് വേണ്ട, പ്രേമയ്ക്ക് വേണ്ട, ഏട്ടനും വേണ്ട. അമ്മയ്ക്ക് നിന്നെ മാത്രം മതി. എനിക്കും. നമ്മുടെയൊക്കെ ജീവൻ പണയം വെച്ച് വാങ്ങിയ ഈ പണം എനിക്ക് വേണ്ടടാ. അബു, പിന്നെ ആർക്ക് വേണ്ടിയാടാ നമ്മൾ ഇത് ചെയ്തത്? ഇത് ഞാൻ എന്ത് ചെയ്യും? നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഞാൻ വന്നത് നിന്നെ കാണാനും രക്ഷപ്പെടുത്താനുമാണ്. നിനക്ക് വേണ്ടി അവർ ഓരോ മുക്കും മൂലയും തിരയുക. കണ്ടുപിടിക്കപ്പെടുന്നതിന് മുമ്പ് ഇവിടുന്ന് രക്ഷപ്പെടണം. ഈ പണം നിനക്ക് അപ്പോൾ ഉപകരിക്കും. എങ്ങോട്ട് പോകും ഞാൻ? നാളെ സന്ധ്യ കഴിഞ്ഞ് ഞാൻ വരും, ഒരു ട്രെയിൻ ടിക്കറ്റുമായിട്ട്. ഏതെങ്കിലും ഒരു രാത്രി വണ്ടിക്ക് നീ രക്ഷപ്പെടണം. സമ്മതിച്ചോ? സമ്മതിച്ചു. ദാ പൊയ്ക്കോ. അബു, ഉമ്മ. ഉമ്മ നിനക്ക് വേണ്ടി പടച്ചനോട് എന്നും പ്രാർത്ഥിക്കാറുണ്ട്.